ഇനി നമുക്ക് എറർ എന്ന് പറയുന്ന യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സിലെ ഒരു പാർട്ടാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ നമുക്ക് ഹെഡിങ് എഴുതാം, തിയറി ഓഫ് എറേഴ്സ്. ഞാൻ എഴുതുമ്പോൾ തന്നെ എൻ്റെ കൂടെ എഴുതി പോകണം കേട്ടോ. നമ്മളെ ഹെഡിങ് വരുന്നത് എന്താണ്? തിയറി ഓഫ് എറേഴ്സ്. എന്താണ് എറർ എന്ന് പറയുന്ന വേർഡിൻ്റെ മീനിങ് നോക്കാം. ഒരു മെഷർമെൻ്റ് ഉണ്ട്. ഇപ്പോൾ ഈ പെന്നിൻ്റെ ലെങ്ത്ത് ഇതൊരു 7.58 സെൻറ്റിമീറ്റർ ആണ് ഇതിൻ്റെ ലെങ്ത്ത് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഞാൻ മെഷർ ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയത് 7.5 ആണ്. ആ 8 എനിക്ക് മെഷർ ചെയ്യാൻ കഴിഞ്ഞില്ല, എന്തൊക്കെയോ കാരണങ്ങളാൽ. അങ്ങനെയാണെങ്കിൽ ഞാൻ മെഷർ ചെയ്ത വാല്യൂ അതേപോലെ തന്നെ ഇതിൻ്റെ ട്രൂ വാല്യൂ ഇവർ തമ്മിലൊരു ഡിഫറൻസ് വരുന്നുണ്ട്. അതിനെയാണ് നമ്മൾ എറർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമ്മൾ ഏത് മെഷർമെൻ്റ് എടുത്താലും അതിലൊരു അൺസർട്ടനിറ്റി ഉണ്ടാവും. ഇതിനെയാണ് എറർ എന്ന് പറയാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആദ്യ ഒരു ഡെഫിനിഷൻ എഴുതാം. അൺസർട്ടനിറ്റി in a result of any measurement. ഏത് മെഷർമെൻറ്റിലെയും റിസൾട്ടിലെ അൺസർട്ടനിറ്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? എറർ എന്ന് വിളിക്കുന്നത്. അല്ലെങ്കിൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് പറയുകയാണെങ്കിൽ എറർ എന്ന് പറയുന്ന ആള് നമ്മൾ മെഷർ ചെയ്ത ഒരു വാല്യൂ ഉണ്ട് അല്ലേ, അതാണ് മെഷേർഡ് വാല്യൂ. ആ ഒരു ശരിക്കും ഒറിജിനലി അവിടെ ഉള്ളൊരു എറർ ഉണ്ട്, അതാണ് ട്രൂ വാല്യൂ. ഒരു വാല്യൂ ഉണ്ട്, അതാണ് ട്രൂ വാല്യൂ. അതിൽ നിന്ന് മെഷേർഡ് വാല്യൂവിനെ നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ കിട്ടുന്നതാണ് എറർ. അപ്പോൾ നോക്കൂ, ട്രൂ വാല്യൂ മൈനസ് മെഷേർഡ് വാല്യൂ, ആ ഡിഫറൻസിനെ നമുക്ക് എറർ എന്ന് പറയാം. വളരെ സിമ്പിളായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ അങ്ങനെ പറയാം. എന്താ നമ്മൾ പറഞ്ഞത്? ട്രൂ വാല്യൂ മൈനസ് മെഷേർഡ് വാല്യൂ, അതിനെയാണ് എറർ എന്ന് പറയുന്നത്. ഇനി നമുക്ക് എററുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് പറയാനുള്ളത്. നോക്കൂ, ഇതിന് താഴെ നമുക്കൊരു കാര്യം മനസ്സിലാക്കാം. ആക്യുറസി ഈ നമ്മളെ മെഷർമെൻറ്റുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യമാവില്ലേ? ആവും. അപ്പോൾ അടുത്ത ഒരു ഹെഡിങ് നമുക്ക് വരുന്നത് ആക്യുറസി ആൻഡ് പ്രിസിഷൻ ആണ്. ആരാണ് അടുത്ത വാല്യൂ നമ്മൾക്ക് വരുന്നത്? എന്താണ്? ആക്യുറസി ആൻഡ് പ്രിസിഷൻ. അപ്പോൾ ഞാൻ എഴുതുമ്പോൾ തന്നെ എൻ്റെ കൂടെ നോട്ട് എഴുതിക്കോളൂ കേട്ടോ. ആക്യുറസി ആൻഡ് പ്രിസിഷൻ. നമുക്ക് അത് രണ്ടും ഒരേപോലെ തോന്നിയേക്കാം, പക്ഷേ രണ്ടും സെയിം അല്ല, ഡിഫറൻസ് ഉണ്ട്. ആദ്യം നമുക്ക് ആക്യുറസി എന്താണെന്ന് നോക്കാം. ഞാനൊരു വാല്യൂ മെഷർ ചെയ്തു, അത് ട്രൂ വാല്യൂമായിട്ട് എത്ര ക്ലോസ് ആണ് എന്നുള്ളതാണ് ആക്യുറസി. ക്ലോസ്നെസ് ഓഫ് എ മെഷേർഡ് വാല്യൂ വിത്ത് ട്രൂ വാല്യൂ, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ആക്യുറസി. അപ്പോൾ ആക്യുറസി എന്ന് പറഞ്ഞാൽ എന്താണ്? ക്ലോസ്നെസ് ഓഫ് എ മെഷേർഡ് വാല്യൂ, ക്ലോസ്നെസ് ഓഫ് എ മെഷേർഡ് വാല്യൂ വിത്ത് ട്രൂ വാല്യൂ. ക്ലോസ്നെസ് ഓഫ് എ മെഷേർഡ് വാല്യൂ വിത്ത് ട്രൂ വാല്യൂ, ഇതിനെയാണ് നമ്മൾ ആക്യുറസി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും പ്രിസിഷൻ എന്താണ് എന്നറിയേണ്ടി വരും. ട്രൂ വാല്യൂവിനോട് എത്രമാത്രം അടുത്താണ് മെഷേർഡ് വാല്യൂ എന്നുള്ളതാണ് ആക്യുറസി എങ്കിൽ,
പ്രിസിഷൻ എന്താണെന്നറിയോ? ഒരാൾ മെഷർമെൻ്റ് എടുത്തു. ഇപ്പോൾ ഈ പെന്നിൻ്റെ ലെങ്ത്ത് ഞാൻ പറഞ്ഞു 7.58 സെൻറ്റിമീറ്റർ എന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഒരാൾ മെഷർമെൻ്റ് എടുത്തപ്പോൾ 5 സെൻറ്റിമീറ്റർ എന്നാണ് കിട്ടിയത്. അത് ശരിക്കും നല്ല എറർ ഉണ്ട്. അപ്പോൾ അയാൾ വീണ്ടും മെഷർമെൻ്റ് എടുത്തു. അയാൾക്ക് കിട്ടിയത് 5.1 ആണ്. അത് ട്രൂ വാല്യൂവിൽ നിന്ന് കുറേ അകലെയാണ്. വീണ്ടും അയാൾ മെഷർമെൻ്റ് എടുത്തു, 5.05 കിട്ടി. അപ്പോൾ ഇത് ട്രൂ വാല്യൂമായിട്ട് ക്ലോസ് അല്ല, പക്ഷെ അയാൾ എടുത്ത എല്ലാ മെഷർമെൻറ്റുകളും തമ്മിൽ ക്ലോസ് ആണ്. അപ്പോൾ അയാൾ എന്തോ ഒരു ചെറിയ പിശകാണ് വന്നത്, പക്ഷേ അയാൾ മെഷർമെൻ്റ് ഒക്കെ ഓരോ മെഷർമെൻറ്റുകളും ക്ലോസ് ആണ്. ഇതിനാണ് നമ്മൾ പ്രിസൈസ് എന്ന് പറയാം. അപ്പോൾ അയാൾ ആവർത്തിച്ച തെറ്റ് അത് വീണ്ടും വീണ്ടും ആവർത്തിച്ചതുകൊണ്ടാണ് 5ൻ്റെ അടുത്ത് തന്നെ നിന്നത്. പക്ഷെ അയാൾ എടുക്കുന്ന മെഷർമെൻറ്റുകൾ വളരെ പ്രിസൈസ് ആയിട്ടാണ് പോകുന്നത്. അപ്പോൾ അയാൾ എടുത്ത വാല്യൂകൾ ഏതായിരുന്നു? 5, 5.1, 5.05. മെഷേർഡ് വാല്യൂകൾ വളരെ ക്ലോസ് ആണ്. ട്രൂ വാല്യൂമായിട്ട് അതിന് എന്തില്ല? ഇമ്പോർട്ടൻസ് ഇല്ല. മെഷേർഡ് വാല്യൂ വളരെ ക്ലോസ് ആണ്. അപ്പോൾ പ്രിസിഷൻ എന്ന് പറഞ്ഞാൽ ക്ലോസ്നെസ് ഓഫ് ടു ഓർ മോർ measured values with each other. ഇതിനെയാണ് നമ്മൾ പ്രിസിഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ട്രൂ വാല്യൂമായിട്ടാണ് അടുത്തിരിക്കുന്നതെങ്കിൽ അത് ആക്യുറേറ്റ് ആണെന്ന് പറയാം. എടുക്കുന്ന എല്ലാ മെഷർമെൻറ്റുകളും എന്ത് ചെയ്യാണ്? വളരെ അടുത്തടുത്താണ് കിട്ടുന്നതെങ്കിൽ അതിനെ നമുക്ക് പ്രിസൈസ് ആണെന്ന് പറയാം. ഇത് ഞാനൊരു പിക്ചർ വരക്കാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മൾ ഇങ്ങനെ പല ഗെയിമുകളിലും നമ്മളൊരു പിക്ചർ കണ്ടിട്ടുണ്ടാവും. ഇതാണ് നമ്മൾ ആരോ വെച്ചിട്ട് ഷൂട്ട് ചെയ്യുന്ന ഒരു ഗെയിമിൽ നമുക്ക് ഇതിൻ്റെ ടാർജറ്റ് ഇതിൻ്റെ സെൻറ്റർ പോയിന്റിൽ ഉണ്ടാവും. ഇവിടെ നമ്മൾ എന്ത് ചെയ്യാണ്? ആരോ ഷൂട്ട് ചെയ്യുകയാണെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ ഒരു ഘട്ടത്തിൽ ഇങ്ങനെയാണ് വന്നത്. നോക്കൂ, നമ്മൾ ഷൂട്ട് ചെയ്ത ഓരോ ആരോകളും ദാ ഇവിടെ വന്നിട്ടാണ് എപ്പോഴും വന്ന് പതിക്കുന്നതെന്ന് കരുതുക. അപ്പോൾ നോക്കൂ നിങ്ങൾ, ഇത് ഈ സെൻറ്ററിലാണ് ശരിക്കും വരേണ്ടത്. പക്ഷേ എവിടെയാണോ വന്ന് ഇടിച്ചത് അവിടെ തന്നെ വീണ്ടും വീണ്ടും വന്ന് ഇടിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ആ മെഷേർഡ് വാല്യൂകൾ തമ്മിൽ വളരെ ക്ലോസ് ആണ്. അപ്പോൾ അതിന് ഹൈ പ്രിസിഷൻ ആണെന്ന് പറയാം. പക്ഷേ ട്രൂ വാല്യൂ ഉണ്ടല്ലോ, ഇവിടുത്തെ ഈ ട്രൂ വാല്യൂവിനോട് വളരെ ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ലോ ആക്യുറസി എന്ന് പറയാം. അപ്പോൾ ഇതാരാണ്? ഈ ഒരു പിക്ചർ നമുക്ക് മനസ്സിലാവേണ്ടത്, ഇതിന് ഹൈ പ്രിസിഷൻ ഉണ്ട്, പക്ഷേ ലോ ആക്യുറസിയാണ്. ഇനി നോക്കൂ, അടുത്ത ഒരു പിക്ചർ വരക്കാണ് നമ്മൾ നോക്കണം കേട്ടോ. വീണ്ടും നമുക്ക് ആരോ ഷൂട്ട് ചെയ്തിട്ട് നോക്കാം. ഇങ്ങനെയാണ് വന്നത് എന്ന് കരുതുക. ഈ ട്രൂ വാല്യൂവിനോട് വളരെ അടുത്തന്നെയാണ്, ഓരോ തവണയും അവിടെ തന്നെയാണ് കൊള്ളിക്കുന്നതെങ്കിൽ ഈ വാല്യൂകളൊക്കെ അടുത്താണോ? ഈ ടാർജറ്റിൽ വന്നിടിച്ചതൊക്കെ അടുത്താണോ? എല്ലാവരും അടുത്താണോ? ആണ്. ഹൈ പ്രിസിഷൻ. എല്ലാവരും അടുത്തായതുകൊണ്ട് ഇതിനെന്താണ്? ഹൈ പ്രിസിഷൻ ആണ്. ട്രൂ വാല്യൂ എന്ന് പറഞ്ഞാൽ നമ്മുടെ സെൻട്രൽ ടാർജറ്റ് അതിനോട് ക്ലോസ് ആണോ? ആണ്. അപ്പോൾ ഇത് ഹൈ പ്രിസിഷൻ ആണ്, അതേപോലെ തന്നെ ഹൈ ആക്യുറസി ആണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ അടുത്ത ഒരു പിക്ചർ വരക്കാൻ പോവാണ്. ശരിക്കും ശ്രദ്ധിക്കുക. ഇതിൽ ആക്യുറസിയും അതേപോലെ പ്രിസിഷനും എന്താണെന്ന് നോക്കണം.
നോക്കൂ, നമ്മൾ ഒരു തവണ വന്ന് ഷൂട്ട് ചെയ്തപ്പോൾ ഇവിടെയാണ്, അടുത്തത് ഇതാ ഇവിടെയാണ്, അടുത്തത് ഇവിടെയാണ്, അടുത്തത് ഇതാ ഇവിടെയാണ്. ഇവിടെ നോക്കൂ നിങ്ങൾ, ഓരോന്നും പല പല സ്ഥലങ്ങളിലാണ്. അപ്പൊ ലോ പ്രിസിഷൻ ആണ്. ഇനി ഈ ടാർജറ്റിന് അടുത്താണോ അത്? അല്ല, അവിടെ നിന്നും ഡിഫറൻസ് ഉണ്ട്. അപ്പൊ നമുക്ക് പറയാം ലോ ആക്യുറസി ആണെന്ന്. അപ്പൊ ലോ പ്രിസിഷൻ ആണിത്, ലോ ആക്യുറസി ആണ്. ഇനി നമുക്ക് മറ്റൊന്നും കൂടെ നോക്കാം. ഈ പിക്ചർ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് വേണം? എന്താണ് ആക്യുറസി കൊണ്ട് മീൻ ചെയ്യുന്നത്, അതേപോലെ പ്രിസിഷൻ കൊണ്ട് എന്താണ് മീൻ ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലാവണം. ഇനി നോക്കൂ, നമ്മൾ ഇവിടെ ഈ ട്രൂ വാല്യൂവിനോട് അടുത്താണ്, പക്ഷേ ഓരോ വാല്യൂകളും അടുത്തല്ല. ട്രൂ വാല്യൂവിനോട് അടുത്താണ്, പക്ഷെ ഓരോ വാല്യൂകളും അടുത്തല്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് എഴുതുക? ട്രൂ വാല്യൂവിനോട് അടുത്താണെങ്കിൽ ഹൈ ആക്യുറസി ആണ്, പക്ഷേ ലോ പ്രിസിഷൻ ആണ്. അപ്പോൾ ഇതാണ് ആക്യുറസി പ്രിസിഷനുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ആ ഒരു 4 പിക്ചറുകൾ ഞാൻ വരച്ചത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൃത്യമായിട്ട് എന്താണ് ഓരോ കാര്യങ്ങളൊന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നോക്കൂ, നമ്മളിപ്പോൾ മനസ്സിലാക്കിയത് എന്തായിരുന്നു? ആക്യുറസി ആൻഡ് പ്രിസിഷൻ ആണ്. ഇനി നമുക്ക് അടുത്തൊരു പാർട്ട് വരുന്നത് എറേഴ്സ് ഇൻ മെഷർമെൻ്റ് ആണ്. ഏതൊക്കെ എററുകളാണ് വരുന്നത്? എറേഴ്സ് ഇൻ മെഷർമെൻ്റ്. നമ്മൾ എറേഴ്സിനെ നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യും. എത്രണ്ണായിട്ടാണ്? രണ്ടായിട്ട്. ഒന്നിനെ നമ്മൾ വിളിക്കും സിസ്റ്റമാറ്റിക് എറേഴ്സ്. എന്താ വിളിക്കുക? സിസ്റ്റമാറ്റിക് എറേഴ്സ്. രണ്ടാമത്തതാണ് റാൻഡം എറേഴ്സ്. അപ്പോൾ എററിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്തു. ഒന്നാരാ? ഒന്ന് പറയുക. സിസ്റ്റമാറ്റിക് എറേഴ്സ് ആണ്. അടുത്തതാരാ? റാൻഡം എറേഴ്സ് ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് സിസ്റ്റമാറ്റിക് എറേഴ്സിനെ കുറിച്ച് ഒന്ന് പഠിക്കാം. നോക്കിയാൽ രണ്ടായിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്തതാണ്. ഒന്നാരേന്നു സിസ്റ്റമാറ്റിക് എറേഴ്സും അടുത്തത് റാൻഡം എറേഴ്സും. ഇനി നമ്മൾ എന്താണ് ഹെഡിങ് എഴുതാൻ പോകുന്നത്? സിസ്റ്റമാറ്റിക് എറേഴ്സ് എന്താണ് എന്നുള്ളതാണ് നമ്മൾ എഴുതാൻ പോകുന്നത്. നോക്കാം, സിസ്റ്റമാറ്റിക് എറേഴ്സ്. സിസ്റ്റമാറ്റിക് എറേഴ്സ് എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് അതിൻ്റെ ഓരോ ക്ലാസിഫിക്കേഷൻ ഉണ്ട്. അത് വിത്ത് എക്സാമ്പിൾ പറയുമ്പോഴാണ് എന്താണ് സിസ്റ്റമാറ്റിക് എറർ എന്ന് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് മനസ്സിലാവുക. അതുകൊണ്ട് ഞാൻ ആദ്യം എഴുതുന്നു ദോസ് എറേഴ്സ് that tends to be in one direction, either positive or negative. ഇപ്പോൾ ആ എഴുതിയ കാര്യം നമുക്ക് നല്ല രീതിയിൽ മനസ്സിലാവണമെങ്കിൽ നോക്കൂ, എന്തായാലും നമ്മൾ സിസ്റ്റമാറ്റിക് എറേഴ്സ്, ദോസ് എറേഴ്സ് ദാറ്റ് ടെൻസ് ടു ബി ഇൻ വൺ ഡയറക്ഷൻസ് എയ്തർ പോസിറ്റീവ് ഓർ നെഗറ്റീവ്. ഇതിന് എക്സാമ്പിൾ വെച്ചിട്ട് നമ്മൾ പറയണം. അപ്പോഴാണ് നമുക്കത് കൃത്യമായിട്ട് മനസ്സിലാവുക. സിസ്റ്റമാറ്റിക് എറേഴ്സിൽ പല പാർട്ടായിട്ട് നമ്മൾ പറയും. അതിൽ ഒന്നാണ് ഇൻസ്ട്രുമെൻ്റൽ എറർ. ഒന്നാരാണ്? ഇൻസ്ട്രുമെൻ്റൽ
എറർ. നോക്കൂ, നമ്മൾ ആദ്യം എറേഴ്സിനെ എത്ര പാർട്ടാക്കിയിട്ട് നമ്മൾ പറഞ്ഞത്? രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തു. ഒന്നാരായിരുന്നു? സിസ്റ്റമാറ്റിക് എറർ. അടുത്തതാരായിരുന്നു? റാൻഡം എറർ ആണ്. ആ സിസ്റ്റമാറ്റിക് എററിൽ നമ്മൾ ഒന്നാമത് പറഞ്ഞത് ആരാണ്? ഇൻസ്ട്രുമെന്റൽ എറർ ആണ്. നമ്മൾ മെഷർമെന്റ് എടുക്കുന്ന ഇൻസ്ട്രുമെന്റിന്റെ ഡിഫക്റ്റ് കാരണത്താൽ നമ്മൾ മെഷർ ചെയ്യുന്ന വാല്യൂവിലെ ഡിഫറൻസ് വരുന്നു. ഡ്യൂ ടു ദ ഡിഫക്റ്റ് ഓഫ് ഇൻസ്ട്രുമെന്റ്സ്. ഇൻസ്ട്രുമെന്റൽ എറർ എന്ന് പറഞ്ഞാൽ ആരാണ്? ഡ്യൂ ടു ദ എറേഴ്സ് ഡ്യൂ ടു ദ, അങ്ങനെ തന്നെ എഴുതിക്കോളൂ വേണമെങ്കിൽ, എറേഴ്സ് ഡ്യൂ ടു ദ defect in measuring instruments. നോക്കൂ, നമ്മൾ മെഷർമെന്റ് എടുക്കാൻ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റിൽ എന്തെങ്കിലും എറർ ഉണ്ട്, അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളെ മെഷർമെന്റിലും എറർ ഉണ്ടാവും. അപ്പോൾ അതിനെയാണ് നമ്മൾ ഇൻസ്ട്രുമെന്റൽ എറർ എന്ന് പറയുന്നത്. അപ്പോൾ നോക്കൂ, നിങ്ങൾ ക്ലാസിഫൈ ചെയ്തത് രണ്ടായിട്ടാണ്. ഒന്ന് സിസ്റ്റമാറ്റിക് എറർ, അടുത്തത് റാൻഡം എറർ. സിസ്റ്റമാറ്റിക് എറർ എന്ന് പറഞ്ഞാൽ ദോസ് എറേഴ്സ് ദാറ്റ് ടെൻസ് ടു ബി ഇൻ വൺ ഡയറക്ഷൻ, either പോസിറ്റീവ് ഓർ നെഗറ്റീവ്. അതിനൊരു എക്സാമ്പിൾ ആണ് ഒന്നാര് സിസ്റ്റമാറ്റിക് എററിൽ വരുന്ന ഒന്നാമത്തെ ആളാണ് ആര്? ഇൻസ്ട്രുമെന്റൽ എറർ എന്ന് പറഞ്ഞാൽ ആരായിരുന്നു? എറേഴ്സ് ഡ്യൂ ടു ദ ഡിഫക്റ്റ് ഓഫ് മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സ്. ഇതിന് ഞാനൊരു എക്സാമ്പിൾ പറയാം. നമ്മൾ ആ മെഷർമെന്റ് ഓഫ് ലെങ്ത് എടുത്തിരുന്ന ഒരു നേരത്ത് സ്ക്രൂ ഗേജ് എന്ന് പറയുന്ന ഒരു ഇൻസ്ട്രുമെന്റിനെ കുറിച്ച് പറഞ്ഞിരുന്നു. ആ സ്ക്രൂ ഗേജിൽ വരുന്ന ഒരു എറർ ആണ് സീറോ എറർ. ആരാണ്? സീറോ എറർ ഇൻ സ്ക്രൂ ഗേജ്. ലെങ്ത് മെഷർ ചെയ്യുന്ന ലാബിൽ ഒരു ഇൻസ്ട്രുമെന്റിനെ കുറിച്ച് പറഞ്ഞിരുന്നല്ലോ അല്ലേ? സീറോ എറർ ഇൻ സ്ക്രൂ ഗേജ് ഓർ വെർനിയർ കാലിപ്പർ. അവിടെ തന്നെ പറഞ്ഞത് ഓർമ്മ ഉണ്ടാവും നിങ്ങൾക്ക്, വെർനിയർ കാലിപ്പർ എന്ന്. ഓക്കെ, എന്താണ് സീറോ എറർ എന്ന് ഞാൻ പറയാം. നമ്മൾ സ്ക്രൂ ഗേജിൽ ഇങ്ങനെ ഒരു സർക്കുലാർ പോർഷൻ നമ്മൾ ഇങ്ങനെ തിരിക്കും. തിരിച്ച് അതിങ്ങനെ നീങ്ങിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? രണ്ട് എൻഡുകൾ തമ്മിൽ ജോയിൻ ചെയ്ത് വരും. അങ്ങനെ വരുന്ന സമയത്ത് ആ സ്ക്രൂ ഗേജിൽ രണ്ട് സ്കെയിലുണ്ട്. സ്ക്രൂ ഗേജിൽ എത്ര സ്കെയിൽ ഉണ്ട്? രണ്ട് സ്കെയിൽ ഉണ്ട്. ആ ഇൻസ്ട്രുമെന്റിന് ഒരു കേടുപാടും സംഭവിച്ചിട്ടില്ലെങ്കിൽ ആ രണ്ട് സ്കെയിലുകളുടെയും സീറോകൾ തമ്മിൽ കൃത്യമായിട്ട് കോയിൻസൈഡ് ചെയ്യും. ഇത് കോയിൻസൈഡ് ചെയ്യാതെ വരുമ്പോൾ ഇവർ ശരിക്ക് ജോയിൻ ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ മെഷർമെന്റിലെ ചെറിയ വാല്യൂകളിൽ വ്യത്യാസം വരും എന്നാണ് മീനിങ്. അപ്പോൾ സ്ക്രൂ ഗേജിൽ എത്ര സ്കെയിലുകളുണ്ട്? വെർനിയർ കാലിപ്പറിലാണെങ്കിലും എത്ര സ്കെയിലുകളുണ്ട്? രണ്ട് സ്കെയിലുകൾ കാണും അതിൽ. ആ രണ്ട് സ്കെയിലുകൾ തമ്മിൽ ജോയിൻ ചെയ്യുമ്പോൾ അവരുടെ സീറോകൾ കോയിൻസൈഡ് ചെയ്യാത്തതിനെയാണ് നമ്മൾ സീറോ എറർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ അതാ ഇൻസ്ട്രുമെന്റിന്റെ കുഴപ്പമാണ്. അതാണ് സിസ്റ്റമാറ്റിക് എററിലെ ഒന്നാമത്തെ എറർ. അതാരായിരുന്നു? ഇൻസ്ട്രുമെന്റൽ എറർ ആണ്. രണ്ടാമത്തെ നോക്കാം നമുക്ക്. അപ്പോൾ നമ്മളിപ്പോൾ സിസ്റ്റമാറ്റിക് എറർ അതേപോലെ തന്നെ റാൻഡം എററിൽ, സിസ്റ്റമാറ്റിക് എററിൽ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തതാണ് നോക്കൂ, ഇംപെർഫെക്ഷൻസ്. നോക്കാം. അടുത്തതാണ് ഇംപെർഫെക്ഷൻസ് ഇൻ എക്സ്പെരിമെന്റൽ പ്രൊസീജിയർ. നമ്മൾ എക്സ്പെരിമെന്റ് നടത്തുന്ന നേരത്തുള്ള ഇംപെർഫെക്ഷൻസ് അതെന്താണെന്ന് നമ്മൾക്ക് എക്സാമ്പിളിലൂടെ ഓരോന്നായിട്ട് നോക്കാം കേട്ടോ. അപ്പൊ രണ്ടാമത്തത് ആരാണ്? ഏതിലെയാണ് നമ്മളിത് ഇപ്പൊ ക്ലാസിഫൈ ചെയ്യുന്നത്? ആരാണ്? സിസ്റ്റമാറ്റിക് എറർ ആണ്. അത് എക്സ്പെരിമെന്റൽ പ്രൊസീജിയറിൽ വരുന്ന എന്താണ്? ഇംപെർഫെക്ഷൻസ് ആണ്.
അപ്പോൾ ഇതിന് നമുക്ക് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നോക്കൂ, നമ്മളിപ്പോൾ ഒരു വെയിറ്റ് നമ്മൾ മെഷർ ചെയ്യുകയാണ്. ഏതൊക്കെയോ ഒരു മെത്തേഡ് വെച്ചിട്ട് നമ്മൾ മാസോ അല്ലെങ്കിൽ വെയിറ്റ് മെഷർ ചെയ്യാണ് എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ നോക്കൂ, നമ്മൾ മെഷർ ചെയ്യുന്ന സമയത്ത് ഒരു മാസിന് നമ്മൾ മെഷർ ചെയ്യുമ്പോൾ നോക്കിയാൽ വെള്ളത്തിൽ നിന്നാണ് നമ്മൾ മെഷർ ചെയ്യുന്നതെങ്കിൽ ആ മാസിന് കുറച്ച് കുറയും അല്ലേ, കുറവ് വരും. ആ കുറവ് എന്തുകൊണ്ടാണ്? വെള്ളത്തിൻ്റെ ഒരു ബോയൻസി ഉണ്ടാവും മുകളിലോട്ട്. അപ്പോൾ നമ്മൾക്ക് ആ ആക്ച്വൽ മാസ് അല്ല നമുക്ക് അവിടെ അനുഭവപ്പെടുന്നത്. അപ്പോൾ നമ്മൾ വെള്ളത്തിലാണോ ഒരാളെ നമ്മൾ മെഷർ ചെയ്യുക? അല്ല. നമ്മൾ സാധാരണ രീതിയിൽ എയറിലാണ് ഒരു മാസ് നമ്മൾ മെഷർ ചെയ്യുക. ഈ മാസിനെ മെഷർ ചെയ്യുമ്പോൾ വെള്ളത്തിൻ്റെ ബോയൻസി വന്ന പോലെ എയറിൻ്റെ ബോയൻസിയും അവിടെ വരുന്നുണ്ട്. അപ്പോൾ ആ മാസിൽ നമുക്ക് എന്ത് വരും? ചെറിയൊരു ഡിഫറൻസ് വരും. ശരിക്ക് ആ ഡിഫറൻസ് വരുന്നത് നമ്മൾക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ കഴിയില്ല. ഇതാണ് ഇംപെർഫെക്ഷൻസ് ഇൻ എക്സ്പെരിമെൻ്റൽ പ്രൊസീജിയർ എന്ന് പറയുന്നത്. അപ്പോൾ നോക്കൂ, ഒരു മാസിനെ ഞാൻ എയറിൽ മെഷർ ചെയ്യുകയാണെങ്കിൽ ആ എയറിൽ വെള്ളത്തിൽ വെച്ചാൽ കിട്ടുന്ന പോലത്തെ ബോയൻസി മുകളിലോട്ടുണ്ട്. നമ്മളത് കൺസിഡർ ചെയ്യാറുണ്ടോ? ഇല്ല. നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു ബസാറിൽ പോയിട്ട് നമ്മൾ എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങുകയാണ്. നമ്മളവിടെ മെഷർ ചെയ്യുന്നില്ലേ? ഉണ്ട്. നമ്മൾ ഓരോന്ന് തൂക്കിയിട്ടാണ് വാങ്ങുന്നത്. ആ വാങ്ങുന്ന സമയത്തും അവിടെ ഒരു എയറിൻ്റെ ബോയൻസി ഉണ്ട്. നമ്മളത് കൺസിഡർ ചെയ്യുമോ? ഇല്ല. അവിടെ ഒരു എറർ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ വളരെ മൈന്യൂട്ടായിട്ട് നമ്മൾ നോക്കുമ്പോൾ അവിടെ ഒക്കെ എറർ ഇൻ മെഷർമെൻറ്റുകൾ ഉണ്ട്. അതിനെയാണ് നമ്മൾ ഇംപെർഫെക്ഷൻസ് ഡ്യൂ ടു എക്സ്പെരിമെൻ്റൽ പ്രൊസീജിയർ എന്ന് പറയുന്നത് കേട്ടോ. ഒരു മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണേ. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഓർമ്മ ഉണ്ടല്ലോ അല്ലേ? എറർ ഡ്യൂ ടു ഇംപെർഫെക്ഷൻസ് ഇൻ എക്സ്പെരിമെൻ്റൽ ടെക്നിക്സ് ആണ്. ഓക്കെ. അപ്പോൾ നമ്മൾ ഇതിന് ഒരു എക്സാമ്പിൾ പറഞ്ഞത് ഓർമ്മ ഉണ്ടോ നിങ്ങൾക്ക്? എക്സാമ്പിൾ അല്ലേ, നമ്മളൊരു മാസിനെ മെഷർ ചെയ്തു. അപ്പോൾ എറർ ഡ്യൂ ടു ബോയൻസി ഓഫ് എയർ while measuring mass of an object. ഓക്കെ, റെഡി. അപ്പോൾ നോക്കാം, നിങ്ങൾ രണ്ട് എററുകൾ, സിസ്റ്റമാറ്റിക് ആൻഡ് റാൻഡം എറർ. സിസ്റ്റമാറ്റിക് എററിൽ ഒന്നാമത്തത് ആരായിരുന്നു? നമുക്ക് ഇൻസ്ട്രുമെൻ്റൽ എറർ ആണെങ്കിൽ അടുത്തത് എറർ ഡ്യൂ ടു ഇംപെർഫെക്ഷൻ ആണ്. മൂന്നാമത്തത് പേഴ്സണൽ എറർ ആണ്. സിസ്റ്റമാറ്റിക് എററിൽ വരുന്ന മൂന്നാമത്തെ എറർ ആരാണ്? പേഴ്സണൽ എറർ ആണ്. പേഴ്സണൽ എറർ എന്ന് പറഞ്ഞാൽ നോക്കൂ, നമ്മളെ മോഡ് ഓഫ് ഒബ്സർവേഷൻ എന്ന് പറഞ്ഞാൽ ചില ആളുകൾ ഇപ്പം ഞാനൊരു മെഷർമെൻ്റ് എടുക്കുകയാണ്, അതേപോലെ ആവൂല വേറെ ഒരാൾ മെഷർമെൻ്റ് എടുക്കുന്നത്. അത് ചിലപ്പോൾ കെയർലെസ് ആയിട്ടാവാം, അല്ലെങ്കിൽ ഞാൻ വളരെ കൃത്യമായി ഇങ്ങനെയാണ് ഒരു സ്കെയിലിൽ നോക്കണമെന്ന് കരുതുക, ഒരാൾ ഇങ്ങനെയാണ് നോക്കുന്നത്. അപ്പോൾ ഈ ഒരേ സാധനത്തിനെ തന്നെ രണ്ട് പൊസിഷനിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അപ്പാരൻ്റ് ചേഞ്ച് ഇൻ പൊസിഷൻ, പാരലാക്സ് എന്ന് പറഞ്ഞത് ഓർമ്മ ഉണ്ടോ നിങ്ങൾക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ അല്ലേ? പാരലാക്സ് മെത്തേഡ്. അപ്പോൾ നോക്കൂ, ഒരു മെഷർമെൻറ്റ് ഞാൻ വായിക്കുക,
ആ വായിക്കണ നേരത്ത് ഞാൻ ഇങ്ങനെ വായിച്ചു, വേറൊരാൾ ഇത് ഇങ്ങനെയാണ് വായിക്കണത്. അപ്പോൾ അവിടെ ഒരു ആദ്യത്തെ തവണ ഇങ്ങനെ വായിച്ച് പിന്നെ ഇങ്ങനെ വായിച്ച്, അപ്പോൾ അവിടെ ഒരു അപ്പാരന്റ് ചേഞ്ച് ഇൻ പൊസിഷൻ കൊണ്ടൊരു എറർ വരാം. ആ എററിന് പാരലാക്സ് എറർ തന്നെയാണ് നമ്മൾ വിളിക്കുന്നത്. അപ്പോൾ നോക്കൂ നിങ്ങൾ, പേഴ്സണൽ എറർ എന്ന് പറഞ്ഞാൽ എന്താന്ന് ചോദിച്ചാൽ എറർ ഡ്യൂ ടു mode of observation, error due to the mode of observation. നോക്കൂ, ഒബ്സർവേഷന്റെ മോഡിനനുസരിച്ചിട്ട് വരുന്ന എററുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പേഴ്സണൽ എറർ എന്ന് പറയുന്നത്. ഇതിന് നമ്മൾ മോഡ് ഓഫ് ഒബ്സർവേഷൻ ഓഫ് person taking measurements. അപ്പോൾ അയാളുടെ മോഡ് ഓഫ് ഒബ്സർവേഷൻ അനുസരിച്ച് വരുന്ന എററുകളാണ്. കൂടെ എഴുതുന്നുണ്ടല്ലോ അല്ലേ? പറയുന്നത് കേൾക്കുകയും വേണം, അതിൻ്റെ കൂടെ എഴുതും വേണം കേട്ടോ. നോക്കൂ, ഇതിന് എക്സാമ്പിളാണ് ഞാൻ പറഞ്ഞത് പാരലാക്സ് എറർ. ഒന്ന് അറിഞ്ഞിരിക്കുക, അതെന്താണ് എന്നുള്ളത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതായിട്ട് വരില്ല. അപ്പോൾ പാരലാക്സ് എറർ എന്ന് പറഞ്ഞത് ഞാൻ ആ സ്കെയിലിൽ റീഡിങ് എടുക്കുന്ന ആ ഒരു രീതി പറഞ്ഞത് ഓർമ്മല്ലേ? അതുവഴി വരുന്ന എററാണ്. അപ്പോൾ പാരലാക്സ് എറർ എന്ന് പറഞ്ഞാൽ പേഴ്സണൽ എററിൽ വരുന്ന ഒരു എക്സാമ്പിളാണ് പാരലാക്സ് എറർ എന്ന് പറയുന്നത്. അപ്പോൾ നോക്കൂ, എത്ര എററുകളാണുള്ളത്? 2 എണ്ണം, സിസ്റ്റമാറ്റിക് ആൻഡ് റാൻഡം എറേഴ്സ്. സിസ്റ്റമാറ്റിക് എറേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ദോസ് എറേഴ്സ് വിച്ച് ടെൻസ് ടു ബി ഇൻ വൺ ഡയറക്ഷൻ, എയ്തർ പോസിറ്റീവ് ഓർ നെഗറ്റീവ്. അതിൻ്റെ ക്ലാസിഫിക്കേഷനാണ് നമ്മൾ 3 ആളുകളെ പറഞ്ഞത്. ഒന്നാരായിരുന്നു? എറർ ഡ്യൂ ടു ദ ഇൻസ്ട്രുമെന്റ് അല്ലെങ്കിൽ ഇൻസ്ട്രുമെന്റൽ എറർ. അടുത്തത് എറർ ഡ്യൂ ടു ഇംപെർഫെക്ഷൻ. അടുത്തത് പേഴ്സണൽ എറർ. ഇങ്ങനെ 3 എററുകളായിട്ട് നമുക്ക് ജനറലി ക്ലാസിഫൈ ചെയ്യാം. അപ്പോൾ നോക്കൂ നിങ്ങൾ, ആദ്യം നമ്മൾ പറഞ്ഞത് ഓർമ്മ ഉണ്ടോ? 2 എററുകളാണ്. ഒന്ന് സിസ്റ്റമാറ്റിക് എററാണ്, അടുത്തതാരാ? റാൻഡം എററാണ്. അപ്പോൾ അടുത്ത ഹെഡിങ് നമ്മൾ എഴുതുന്നു, എന്താണ്? റാൻഡം എറർ. എന്താണ് റാൻഡം എറർ എന്ന് ചോദിച്ചാൽ അത് ഇറഗുലർ ആയിട്ട് ഉണ്ടാവുന്ന എററാണ്. നമ്മൾ ആ ഒരു എക്സാമ്പിൾ പറയുമ്പോഴാണ് നമുക്കത് കൃത്യമായിട്ട് മനസ്സിലാവുക. എറർ വിച്ച് ഒക്കേഴ്സ് ഇറഗുലർലി. എറേഴ്സ് വിച്ച് ഒക്കേർ irregularly. ഒരു എക്സാമ്പിൾ നോക്കൂ. ഞാൻ എന്തെങ്കിലും ഒരു മെഷർമെൻറ്റ് നടത്തുകയാണ്. ആ മെഷർമെൻറ്റ് എടുക്കുന്ന സമയത്ത് ആ മെഷർമെൻറ്റിന് ടെമ്പറേച്ചർ ഡിപ്പെൻഡ് ചെയ്യും എന്ന് കരുതും. ഞാനൊരു ലെങ്ത് എടുക്കുകയാണ്. ആ ലെങ്ത്തിന് ആര് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ കൂടിയാൽ ആ ലെങ്ത്തിനൊരു വാല്യൂ കിട്ടും, കുറഞ്ഞാൽ മറ്റൊരു വാല്യൂ കിട്ടും. അപ്പോൾ ആ വാല്യൂവിൽ മാറ്റം വരും. അപ്പോൾ ഞാൻ ആ മെഷർമെൻറ്റ് എടുക്കുന്ന സമയത്ത് ടെമ്പറേച്ചർ പെട്ടെന്ന് മാറി എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ അവിടെ ഒരു എറർ വരും. അത് റാൻഡം എററാണ്. അത് നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അൺപ്രഡിക്റ്റബിൾ fluctuations in temperature. Unpredictable fluctuations in temperature. അത് നമ്മുടെ എക്സ്പെരിമെൻ്റൽ റിസൾട്ടുകൾ എന്ത് ചെയ്യും? അത് എഫക്റ്റ് ചെയ്യും. അങ്ങനെ വരുന്ന എററുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? റാൻഡം എറർ എന്ന് വിളിക്കുന്നത്. ഇനി നമുക്ക് മറ്റൊരു എറർ കൂടെ പഠിക്കാനുണ്ട്. അതാണ് ലീസ്റ്റ് കൗണ്ട് എറർ. അപ്പോൾ ഞാൻ ഇതിലൊന്നും തന്നെ പറയാതെ വന്നതാണ് ആര്? ലീസ്റ്റ് കൗണ്ട് എറർ. ഇത് വേറെ തന്നെ പറയാൻ കാരണം ഇത് സിസ്റ്റമാറ്റിക് എറർ ആവാം, അല്ലെങ്കിൽ റാൻഡം എററും ആവാം. അതുകൊണ്ടാണ് നമ്മളത് വേറെ തന്നെ എഴുതിയത്. അപ്പോൾ മൂന്നാമതൊരു എറർ നമ്മൾ എന്താ പറഞ്ഞത്? ലീസ്റ്റ് കൗണ്ട് എററാണ്. നോക്കൂ, ആദ്യം എന്താണ് ലീസ്റ്റ് കൗണ്ട് എന്ന് അറിയണം. ലീസ്റ്റ് കൗണ്ട് ഞാൻ ആദ്യം ഇവിടെ എഴുതാം, പിന്നെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. സ്മോളസ്റ്റ്
സ്മോളസ്റ്റ് വാല്യൂ അല്ലെങ്കിൽ സ്മോളസ്റ്റ് മെഷർമെന്റ് can be taken by an instrument. നമ്മളൊരു ഇൻസ്ട്രുമെന്റ് വെച്ചിട്ട് മെഷർമെന്റ് നടത്തുന്ന നേരത്ത് ആ മെഷർമെന്റിൽ ഏറ്റവും ചെറിയ മെഷർമെന്റ് എത്രയാണ് എടുക്കാൻ പറ്റുക, അതാണ് നമ്മൾ ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുന്നത്. അങ്ങനെ മനസ്സിലാക്കുന്നതിനേക്കാൾ ഞാനൊരു എക്സാമ്പിൾ പറയാം. നിങ്ങളുടെ കയ്യിൽ സ്കെയിലില്ലേ, ആ സ്കെയിൽ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഏറ്റവും ചെറിയ മെഷർമെന്റ് എത്ര എടുക്കാൻ പറ്റുക? നിങ്ങൾക്കറിയാം 1 സെൻറ്റിമീറ്റർ 2 സെൻറ്റിമീറ്റർ അങ്ങനെ ഒരു 15 സെൻറ്റിമീറ്റർ സ്കെയിലാവും ജനറലി നമ്മളെ കയ്യിലുണ്ടാവുക. ആ 1 സെൻറ്റിമീറ്റർ ആണോ നമ്മളെ ഏറ്റവും ചെറിയ മെഷർമെന്റ് പറ്റുക? അല്ല, അതിൽ ആ സ്കെയിൽ ഉപയോഗിച്ചാണ് പറയുന്നത്. അപ്പോൾ അതിൽ പിന്നെ നമ്മൾക്ക് 0.5 സെൻറ്റിമീറ്റർ പറ്റുമോ? പറ്റും. 0.1 സെൻറ്റിമീറ്റർ പറ്റുമോ? പറ്റും. നമ്മൾ ആ 1 സെൻറ്റിമീറ്ററിനെ 10 പാർട്സ് ആക്കി മാറ്റിയില്ലേ, അതിലൊരു പാർട്ട് എന്ന് പറയുന്ന ചെറിയ പോർഷൻ ഉണ്ടല്ലോ, അതാണ് നമ്മൾ കയ്യിലെ ഏറ്റവും ചെറിയ മെഷർമെന്റ് എന്ന് പറയുന്നത്. 1 മില്ലിമീറ്റർ ആണത്. അപ്പോൾ നമ്മളെ കയ്യിലുള്ള മീറ്റർ സ്കെയിൽ ആരാണ്? മീറ്റർ സ്കെയിൽ. മീറ്റർ സ്കെയിലിൻ്റെ ഏറ്റവും ചെറിയ വാല്യൂ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുക ആരാണ്? 1 മില്ലിമീറ്റർ ആണ്. അപ്പം മീറ്റർ സ്കെയിലിൻ്റെ ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുന്നത്, ലീസ്റ്റ് കൗണ്ടിന് ഞാൻ LC എന്ന് എഴുതി, അത് 1 മില്ലിമീറ്റർ ആണ്, അല്ലെങ്കിൽ 10⁻³ മീറ്റർ ആണ്. 10⁻³ മീറ്റർ. അപ്പോൾ അത് നമ്മൾ എപ്പോഴും ഓർക്കണം കേട്ടോ. ഒരു മീറ്റർ സ്കെയിൽ, നമ്മളെ കയ്യിലുള്ള മീറ്റർ സ്കെയിൽ കൊണ്ട് നമുക്ക് മെഷർ ചെയ്യാവുന്ന ഏറ്റവും സ്മോളസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് ആരാണ്? 1 മില്ലിമീറ്റർ ആണ്. അപ്പോൾ മീറ്റർ സ്കെയിലിൻ്റെ ലീസ്റ്റ് കൗണ്ട് ആരാണ്? 1 മില്ലിമീറ്റർ ആണ്. അപ്പോൾ നോക്കൂ നിങ്ങൾ, നമ്മൾക്ക് ഇങ്ങനെ ആലോചിച്ചാൽ മതി. 1 സെൻറ്റിമീറ്ററിനെ വീണ്ടും 10 പാർട്സ് ആക്കി മാറ്റിയിട്ടുണ്ട്. 1 സെൻറ്റിമീറ്ററിനെ വീണ്ടും നമ്മൾക്ക് എത്ര പാർട്സ് ആക്കി മാറ്റി? 10 പാർട്സ് ആക്കിയിട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോഴാണ് നമുക്ക് എന്ത് കിട്ടിയത്? ഒരു 1 മില്ലിമീറ്റർ ആണ് ഇവരുടെ ലീസ്റ്റ് കൗണ്ട് എന്ന് മനസ്സിലായി. നോക്കൂ നിങ്ങൾ, അടുത്തത് ഞാൻ പറഞ്ഞിരുന്നു ലാബിൽ കാണുമെന്ന്. ആര്? വെർനിയർ കാലിപ്പർ. ഇതുപയോഗിച്ചിട്ട് നമുക്ക് ഏറ്റവും ചെറുതായിട്ട് എത്ര മെഷർ ചെയ്യാൻ പറ്റും? അതാണ് ലീസ്റ്റ് കൗണ്ട്. ഈക്വൽ ടു പറയാം ഞാൻ. നമ്മൾ നോക്കൂ നിങ്ങൾ, ഇവിടെ 1 സെൻറ്റിമീറ്ററിന് 10 പാർട്സ് ആക്കിയിരുന്നു മീറ്റർ സ്കെയിലിൽ. അപ്പോൾ അതിലെ ഏറ്റവും മെഷർമെന്റ് എത്രയാ? ചെറുത്, ലീസ്റ്റ് കൗണ്ട് 1 മില്ലിമീറ്റർ ആണ്. ആ 1 മില്ലിമീറ്ററിനെ വീണ്ടും 10 പാർട്സ് ആക്കി മാറ്റും വെർനിയർ കാലിപ്പർ. അപ്പോൾ നമ്മൾ മില്ലിമീറ്റർ എടുത്തു, അതിനെയും 10 പാർട്സ് ആക്കിയിട്ട് നമുക്ക് മെഷർമെന്റ് പറഞ്ഞു തരും. എന്ന് പറഞ്ഞാൽ ഞാനൊരു എക്സാമ്പിൾ, ഇത് നിങ്ങൾ നോട്ടിൽ എഴുതണ്ട കേട്ടോ. ഇനി ഞാൻ പറയുന്ന വാല്യൂ നോക്കൂ. ഇപ്പോൾ നമ്മൾ സ്കെയിൽ കൊണ്ട് മെഷർ ചെയ്യുന്ന വാല്യൂ എന്ന് പറയുന്നത് നോക്കൂ, ഇപ്പോൾ 1 സെൻറ്റിമീറ്റർ എന്ന് കിട്ടാം. അപ്പോൾ 1.00 സെൻറ്റിമീറ്റർ സ്കെയിൽ കൊണ്ട് മെഷർമെന്റ് കിട്ടും. വേണമെങ്കിൽ 1.1 സെൻറ്റിമീറ്റർ കിട്ടും. പക്ഷേ 1.12 അടുത്ത ഒരു ഇത് കിട്ടില്ല, ഈ 2 കിട്ടില്ല. 1 സെൻറ്റിമീറ്റർ കഴിഞ്ഞ് പിന്നെ ഒരു ചെറിയ പാർട്ട്, അതാണ് 0.1. പക്ഷെ അതിനെ പിന്നെയും പാർട്ടാക്കിയിട്ട് ഇവിടെ ഇല്ല, നമ്മുടെ മീറ്റർ സ്കെയിലിൽ ഇല്ല. അപ്പോൾ നോക്കൂ നിങ്ങൾ, ഞാൻ പറയുന്നത് ഇതാണ്. 1.1 സെൻറ്റിമീറ്റർ സ്കെയിലിൽ കിട്ടുമോ? കിട്ടും. 1.2 സെൻറ്റിമീറ്റർ കിട്ടുമോ? കിട്ടും. 1.3 സെൻറ്റിമീറ്റർ മെഷർ ചെയ്യാൻ പറ്റുമോ? പറ്റും. 1.34 സെൻറ്റിമീറ്റർ പറ്റുമോ? ഇല്ല. അത് വെർനിയറിൽ പറ്റും. ഈ ഒരു നമ്പറും കൂടെ കിട്ടും. ആ ഒരു നമ്പർ കൂടെ നമുക്ക് അതിൽ മെഷർ ചെയ്യാൻ പറ്റും. അപ്പം ഞാൻ പറയുന്നത്, വെർനിയർ കാലിപ്പറിൽ 1 മില്ലിമീറ്ററിനെ വീണ്ടും 10 പാർട്സ് ആക്കിയിട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പം ഞാൻ എഴുതും 1 മില്ലിമീറ്റർ. 1 മില്ലിമീറ്റർ ഡിവൈഡഡ് ബൈ 10 എന്ന് പറഞ്ഞാൽ നോക്കൂ നിങ്ങൾ, 10⁻³ മീറ്റർ ഡിവൈഡഡ് ബൈ 10 ആണ് എന്ന് പറഞ്ഞാൽ നോക്കിയാൽ നിങ്ങൾ, അത് 10⁻⁴ മീറ്റർ എന്ന് എഴുതാം.
ആ ടൺ മുകളിൽ വരുമ്പോൾ ഒരു -1 കൂടെ വരും. അപ്പോൾ മീറ്റർ സ്കെയിലിന്റെ ലീസ്റ്റ് കൗണ്ട് എത്രയാ? 10⁻³ വെർനിയർ കാലിപ്പറിന്റെ എത്രയാ? 10⁻⁻⁴. അതേപോലെ മറ്റൊരാളും കൂടെ ലാബിൽ നിങ്ങൾ കാണുമെന്ന് പറഞ്ഞത് ആരായിരുന്നു? സ്ക്രൂ ഗേജ് ആണ്. ആ സ്ക്രൂ ഗേജ് എന്താണ് ചെയ്യുന്നത് നോക്കാം. നമ്മളെ സ്കെയിലിൽ ലീസ്റ്റ് കൗണ്ട് എത്രയാ? 1 മില്ലിമീറ്റർ. അതിനെ 10 പാർട്സ് ആക്കി പിന്നെയും ചെറുതാക്കിയതാണ് വെർനിയർ കാലിപ്പർ. ആ 1 മില്ലിമീറ്ററിനെ 100 പാർട്സ് ആക്കി മാറ്റിയാലോ? അതാണ് സ്ക്രൂ ഗേജ്. അപ്പോ ഈ സ്ക്രൂ ഗേജിന്റെ ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുന്നത് 1 മില്ലിമീറ്ററിനെ വീണ്ടും 100 പാർട്സ് ആക്കി മാറ്റും. അപ്പൊ 10⁻³ ഡിവൈഡഡ് ബൈ 100 മീറ്റർ എന്ന് വരും. അതാണ് നമുക്ക് ലീസ്റ്റ് കൗണ്ട് ആയിട്ട് വരിക. അപ്പൊ നോക്കൂ നിങ്ങൾ 10⁻⁻5 മീറ്റർ എന്ന് എഴുതാം. 10⁻³ മീറ്റർ ആരെ ലീസ്റ്റ് കൗണ്ട് ആണ്? അത് മീറ്റർ സ്കെയിലാണ്. 10⁻⁻4 മീറ്റർ ആരതാ? വെർനിയർ കാലിപ്പർ ആണ്. സ്ക്രൂ ഗേജിന്റെ ലീസ്റ്റ് കൗണ്ട് എത്രയാ? 10⁻⁻5 മീറ്റർ ആണ്. 10⁻³ -4 -5 -3 സ്കെയില് -4 വെർനിയർ -5 സ്ക്രൂ ഗേജ്. ഇങ്ങനെ ലീസ്റ്റ് കൗണ്ട് അല്ലേ? അപ്പൊ ഏറ്റവും ചെറിയ മെഷർമെന്റ് എത്ര എടുക്കാൻ പറ്റുമോ അതാണ് എന്ത്? ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുന്നത്. ഈ ലീസ്റ്റ് കൗണ്ടിൽ ഇപ്പൊ നോക്കൂ നിങ്ങൾ, ഞാനൊരു ലെങ്ത് എടുത്തു. ഇത് എഴുതണ്ട കേട്ടോ, ഈ എഴുതുന്നത് എഴുതണ്ട. സ്കെയിൽ കൊണ്ട് എടുത്തപ്പോ 1.2 സെന്റിമീറ്റർ. 1.23 സെന്റിമീറ്റർ ആണ് ആര്? വേണ്ട, അത് ഒന്നും കൂടെ നോക്കൂ നിങ്ങൾ. 1.29 സെന്റിമീറ്റർ ആണ് നമ്മൾ വെർനിയർ കൊണ്ട് മെഷർ ചെയ്തപ്പോൾ കിട്ടിയത്. 1.298 സെന്റിമീറ്റർ ആണ് നമുക്ക് സ്ക്രൂ ഗേജ് കൊണ്ട് കിട്ടിയത്. അപ്പൊ നോക്കൂ നിങ്ങൾ, ഇതുകൊണ്ട് മെഷർ ചെയ്തപ്പോൾ ഈ 9 മിസ്സിംഗ് ആണ്, അതാണ് എറർ. ഈ സ്ക്രൂ ഗേജ് കൊണ്ട് മെഷർ ചെയ്തപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ഈ 8 മിസ്സിംഗ് ആണ്, വെർനിയറിൽ 8 മിസ്സിംഗ് ആണ്. അപ്പോൾ ഈ എററിനെയാണ്, എറർ ഡ്യൂ ടു ലീസ്റ്റ് കൗണ്ടിനെയാണ് നമ്മൾ എന്ത് ചെയ്യാം? ലീസ്റ്റ് കൗണ്ട് എറർ എന്ന് പറയുന്നത്. നോക്കൂ, എറർ ഡ്യൂ ടു ലീസ്റ്റ് കൗണ്ട്. Error due to least count is known as least count error. അപ്പോൾ ഈ എറർ നമുക്ക് ഒഴിവാക്കാൻ എന്ത് ചെയ്യണം എന്നറിയോ? ലീസ്റ്റ് കൗണ്ട് കൂടിയ ആളെ ഉപയോഗിച്ചാൽ മതി. അപ്പോൾ നമ്മൾ പറയും ഹൈ റെസല്യൂഷൻ വേണമെന്ന്. അപ്പോൾ to avoid this we can use instruments with high precision. Instruments with high precision. ഓക്കെ, അപ്പോൾ ലീസ്റ്റ് കൗണ്ട് എറർ നമ്മൾ വേറെ തന്നെ എഴുതാൻ കാരണം ദിസ് എറർ can be both systematic and random errors. അത് സിസ്റ്റമാറ്റിക് എററും ആവാം, റാൻഡം എററിലും ആയിട്ടും വരാം. അതാണ് നമ്മൾ ലീസ്റ്റ് കൗണ്ട് എറർ എന്ന് വേറെ തന്നെ എഴുതാൻ കാരണം. അപ്പോൾ ഇതാണ് നമുക്ക് എറർ എന്ന് പറയുന്ന ആ പാർട്ടിൽ ഫസ്റ്റ് ഇൻട്രൊഡക്ഷനിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത്. നമുക്ക് ഈ എററിൻ്റെ ഭാഗത്തുനിന്ന് എന്താണ് പ്രീവിയസിൽ ക്വസ്റ്റ്യൻ വന്നത് നോക്കാം. ഇനി നിങ്ങൾ പ്രീവിയസിൽ അടുത്ത ഈ നോട്ടിന് താഴെ എഴുതാൻ പോകുന്നത് 7th ക്വസ്റ്റ്യൻ ആണ്. 6 ക്വസ്റ്റ്യൻ നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ എന്ത് ചെയ്തു? സോൾവ് ചെയ്ത് കഴിഞ്ഞിരുന്നു അല്ലേ? അപ്പോൾ നോക്കിയാൽ 7th ക്വസ്റ്റ്യൻ നിങ്ങൾ എഴുതിയെടുക്കണം കേട്ടോ. വേണമെങ്കിൽ വീഡിയോ പോസ് ചെയ്തിട്ട് ആ ക്വസ്റ്റ്യൻ എഴുതിയെടുക്കണേ. The result of every measurement by any measuring instrument contains some error.
അതൊക്കെ. ഫസ്റ്റ് എ, വാട്ട് ഈസ് സിസ്റ്റമാറ്റിക് എറർ ആൻഡ് റാൻഡം എറർ? അതിൻ്റെ ആൻസർ എഴുതണം. എന്തായിരുന്നു സിസ്റ്റമാറ്റിക് എറർ എന്ന് പറയുന്നത്? എറർ, ദോസ് എറേഴ്സ് വിച്ച് ടെൻസ് ടു ബി ഇൻ വൺ ഡയറക്ഷൻ, എയ്തർ പോസിറ്റീവ് ഓർ നെഗറ്റീവ്. എന്നിട്ട് അതിൻ്റെ ജസ്റ്റ് ബ്രീഫായിട്ട് നമുക്ക് എന്ത് പറഞ്ഞു കൊടുക്കാം? ഇൻസ്ട്രുമെൻ്റൽ എറർ, എറർ ഡ്യൂ ടു ഇംപെർഫെക്ഷൻ, പേഴ്സണൽ എറർ, ഇത് മൂന്നും പറഞ്ഞു കൊടുക്കാം. നോക്കൂ, അടുത്തത് റാൻഡം എറർ. അതെന്തായിരുന്നു? എറേഴ്സ് വിച്ച് ഒക്വർ ഇറഗുലർലി. എക്സാമ്പിൾ, ഡ്യൂ ടു ദ അൺപ്രഡിക്റ്റബിൾ ഫ്ലക്ച്വേഷൻസ് ഇൻ ടെമ്പറേച്ചർ അല്ലെങ്കിൽ വോൾട്ടേജ്, എന്താണോ നമ്മൾ മെഷർ ചെയ്യുന്നത് അതിൻ്റെ അവിടെ വരുന്ന ആ ഒരു സിറ്റുവേഷനിൽ വരുന്ന ഫ്ലക്ച്വേഷൻസിനെയാണ് നമ്മൾ റാൻഡം എറർ എന്ന് പറയുന്നത്. ഇതിൽ ബി ക്വസ്റ്റ്യൻ ആണ് ഇമ്പോർട്ടൻറ്റ്. എ ക്വസ്റ്റ്യൻ നിങ്ങൾ എഴുതും എന്ന് ഞാൻ കരുതുകയാണ്. നോക്കൂ, ബി ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ദ മോസ്റ്റ് പ്രിസൈസ് ഡിവൈസ് ഫോർ മെഷറിംഗ് ലെങ്ത്? ലെങ്ത് മെഷർ ചെയ്യാൻ ഏറ്റവും പ്രിസൈസ് ആയിട്ടുള്ള ഇൻസ്ട്രുമെന്റ് ഏത് എന്നുള്ളതാണ്. അപ്പോൾ നോക്കൂ, നിങ്ങൾ ആദ്യം ഒരു വെർനിയർ കാലിപ്പർ, പിന്നെ ഒരു സ്ക്രൂ ഗേജ്, പിന്നെ എന്തോ വേറൊരാൾ കൂടെ തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പ്രിസൈസ് ആയിട്ട് നമ്മൾക്ക് കിട്ടണമെങ്കിൽ ലീസ്റ്റ് കൗണ്ട് വളരെ ചെറുതാവണം. എന്ന് പറഞ്ഞാൽ ഹൈ റെസൊല്യൂഷൻ ആവണം. വളരെ പോയിന്റ് കഴിഞ്ഞിട്ട് പിന്നെയും പറയാൻ കഴിയണം. അപ്പോൾ ആർക്കാണോ ലീസ്റ്റ് കൗണ്ട് ഏറ്റവും ചെറുതായിട്ട് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുക, ആ ആളായിരിക്കും മോർ പ്രിസൈസ് എന്ന് പറയുന്നത്. എന്നാൽ നമുക്ക് ഓരോരുത്തരായിട്ട് നോക്കാം. നോക്കൂ, ഒന്ന്, എ വെർനിയർ കാലിപ്പേഴ്സ് വിത്ത് 20 ഡിവിഷൻസ് ഓൺ ദ സ്ലൈഡിംഗ് സ്കെയിൽ. ഞാൻ പറഞ്ഞിരുന്നു പണ്ട് വെർനിയർ കാലിപ്പർ തന്നെ പല വിധത്തിലാവാം. ഞാൻ പറഞ്ഞത് ആരായിരുന്നു? 1 mm 10 പാർട്സ് ആക്കി മാറ്റിയ വെർനിയർ കാലിപ്പർ ആണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇവിടെ അതിനെ 20 പാർട്സ് ആക്കി മാറ്റിയിട്ടുണ്ട്. അങ്ങനെ ഒരു വെർനിയർ കാലിപ്പർ ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഞാൻ ആദ്യം നോക്കൂ, ആൻസർ സൊല്യൂഷൻ ആണ്. എൻ്റെ ആൻസർ നമ്മൾ പറഞ്ഞു അല്ലേ? ബിൻ്റെ ആൻസർ ആണ് നമ്മൾ പറയാൻ പോകുന്നത്. നോക്കൂ, ബി. ആ വെർനിയർ കാലിപ്പറിന്റെ ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുന്നത് 1 മില്ലിമീറ്ററിനെ എത്ര പാർട്ടാക്കി മാറ്റി? 20 പാർട്സ്. അങ്ങനെയാണെങ്കിൽ 1 മില്ലിമീറ്റർ എന്ന് പറഞ്ഞാൽ എത്രയാ? 10⁻³ ഡിവൈഡഡ് ബൈ 20 ആണ്. എന്ന് പറഞ്ഞാൽ നമുക്ക് വരിക, നോക്കൂ, 1/20 എന്ന് പറഞ്ഞാൽ 0.05 ഇൻറ്റു 10⁻³ മീറ്റർ ആണ്, ഈക്വൽ ടു 5 ഇൻറ്റു 10⁻⁻5 മീറ്റർ എന്നാണ് കിട്ടിയത്. ഇതാണ് വെർനിയർ കാലിപ്പറിന്റെ ലീസ്റ്റ് കൗണ്ട് വരുന്നത്. ബിയിൽ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ലീസ്റ്റ് കൗണ്ട് അതാണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? രണ്ടാമത്തത് ഒരു സ്ക്രൂ ഗേജിന്റെ ലീസ്റ്റ് കൗണ്ട് നോക്കാം. ഏറ്റവും ചെറുത് ഏതാ കിട്ടണമെന്ന് നോക്കിയാൽ മതി. അതായിരിക്കും ഹൈ പ്രിസൈസ് ആയിട്ട് വരിക. അപ്പോൾ നോക്കൂ നിങ്ങൾ, രണ്ടാമത്തത് എ സ്ക്രൂ ഗേജ് ഓഫ് പിച്ച് 1 mm ആൻഡ് 100 ഡിവിഷൻസ് ഓൺ ദ സർക്കുലർ സ്കെയിൽ. അത് നമ്മൾ പണ്ട് പറഞ്ഞ പോലെ തന്നെയാണ്. സ്ക്രൂ ഗേജിൽ 1 mm 100 പാർട്ടാക്കി മാറ്റി. അപ്പോൾ നമുക്ക് ലീസ്റ്റ് കൗണ്ട് നോക്കാം. സ്ക്രൂ ഗേജിന്റെ ലീസ്റ്റ് കൗണ്ട് ആണ് പറയാൻ പോകുന്നത്. 1 mm 100 പാർട്സ് ആക്കി മാറ്റി, ഈക്വൽ ടു 10⁻³ ഡിവൈഡഡ് ബൈ 100 ഈക്വൽ ടു 10⁻⁻5 മീറ്റർ. ഇതിലേത് ഏറ്റവും ചെറുത്? ഇത് 1 ഇൻറ്റു 10⁻⁻5 ആണ്. ഇത് 5 ഇൻറ്റു 4 ഇൻറ്റു ഇവിടെ കഴിയോ? ഇല്ല. ഇവിടെ 5 ഇൻറ്റു 10⁻⁻5 കഴിയുള്ളൂ. അതിനേക്കാൾ ചെറുതാവാൻ 4 ഇൻറ്റു 10⁻⁻5 പറ്റോ? ഇല്ല. 3 ഇൻറ്റു 10⁻⁻5 പറ്റോ? ഇല്ല. പക്ഷെ ഇവിടെ 1 ഇൻറ്റു 10⁻⁻5 പറ്റും. അപ്പോൾ ആരാ മോർ പ്രിസൈസ്? ഈ തന്നതിൽ സ്ക്രൂ ഗേജ് ആണ്. ഇനി നമുക്ക് അടുത്തത് നോക്കാം. Third question. An optical instrument that can measure length to within a wavelength of light. ലൈറ്റിന്റെ വേവ് ലെങ്ത്തിന്റെ ഓർഡറിൽ നമുക്ക് മെഷർ ചെയ്യാൻ കഴിയുന്ന ഒരു ഇൻസ്ട്രുമെന്റ്, അതാണ് തേർഡ് വൺ. അതിൻ്റെ ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുന്നത് ഒരു പറഞ്ഞു ഓർഡർ ഓഫ് വേവ് ലെങ്ത് ഓഫ് ലൈറ്റ്. വേവ് ലെങ്ത് ഓഫ് ലൈറ്റ് ഏത് ഓർഡറിലാണ്? അത് നമ്മൾ മുമ്പ് പറഞ്ഞത് ഓർമ്മ ഉണ്ടോ നിങ്ങൾക്ക്? നാനോമീറ്റർ, ആങ്സ്ട്രം എന്നൊക്കെ പറയുന്ന അവിടെയാണ് നമ്മളാ പറഞ്ഞത്. ലൈറ്റിന്റെ വേവ് ലെങ്ത്തിന്റെ ഓർഡറിലാണ്. ഓർഡർ ഓഫ് വേവ് ലെങ്ത് ഓഫ് ലൈറ്റ് ആണ്.
എന്ന് പറയുന്നത് നാനോമീറ്റർ ഓർഡറിലാണ്. എന്ന് പറഞ്ഞാൽ 10⁻⁹ മീറ്റർ ആണ്. അപ്പോൾ നോക്കൂ നിങ്ങൾ, ഏറ്റവും ചെറിയ മെഷർമെന്റ് എവിടുന്നാ കിട്ടുക? ഏറ്റവും മൈന്യൂട്ടായിട്ട് അത് ഈ തേർഡിലാണ്. ഇതൊക്കെ 10⁻⁻5 എത്തിയിട്ടുള്ളൂ. അപ്പോൾ ദ തേർഡ് വൺ ഈസ് മോസ്റ്റ് പ്രിസൈസ്. അതാണ് ഇതിൻ്റെ ആൻസർ വരിക. ദ തേർഡ് വൺ ഈസ് ദ മോസ്റ്റ് പ്രിസൈസ് ഇൻസ്ട്രുമെന്റ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് എററുമായി ബന്ധപ്പെട്ട് വന്ന ഫസ്റ്റ് ഭാഗത്തെ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ട്ടാ. അപ്പോൾ ഈ ഭാഗങ്ങളൊക്കെ ഒന്ന് വളരെ വൃത്തിയായിട്ട് നോക്ക്.